പശ്ചിമബംഗാളിൽ 152 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. ഒടുവിലെ കണക്കുകൾ പ്രകാരം 40% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ മുർഷിദാബാദിൽ പലയിടത്തും സംഘർഷമുണ്ടായി. നവോഡിയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അജ്ഞാതർ ബോംബ് എറിഞ്ഞത്. ഹുമയൂൺ കബീറിന്റെ AUJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് TMC പ്രവർത്തകർ ആരോപിച്ചു. സ്ഥലം സന്ദർശിച്ച ഹുമയൂൺ കബീറിനെതിരെ പ്രതിഷേധവുമായി തൃണമൂൽ പ്രവർത്തകർ എത്തിയതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. പോലീസും TMC പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സിലിഗുരുവിൽ TMC BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പശ്ചിമബംഗാളിൽ 152 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഒടുവിലെ കണക്കുകൾ പ്രകാരം 40% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയും കാണാം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ മുർഷിദാബാദിൽ പലയിടത്തും സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നവോഡയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അജ്ഞാതർ ബോംബ് എറിഞ്ഞത്. ഹുമയൂൺ കബീറിന്റെ AUJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് TMC പ്രവർത്തകർ ആരോപിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച ഹുമയൂൺ കബീറിനെതിരെ പ്രതിഷേധവുമായി തൃണമൂൽ പ്രവർത്തകർ എത്തിയതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. പോലീസും TMC പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സിലിഗുരുവിൽ TMC BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.